ഷട്ട്ഡൌൺ ആശങ്കയിലാണ് അമേരിക്ക. സർക്കാർ ചെലവുകൾക്കുള്ള വാർഷിക ധനവിനിയോഗ ബിൽ വീണ്ടും പരാജയപ്പെട്ടു. തിങ്കളാഴ്ച സെനറ്റിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തും. അതേസമയം ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന ഭീഷണി ആവർത്തിച്ച് വൈറ്റ് ഹൌസ് നിലപാടെടുത്തു. അവശ്യ സേവനങ്ങൾ ഒഴികെ അമേരിക്കൻ സർക്കാർ സേവനങ്ങൾ സ്തംഭിക്കുന്ന അവസ്ഥയാണ് സർക്കാർ ഷട്ട്ഡൌൺ. 2026 തുടക്കം വരെയുള്ള ചെലവുകൾക്കായി 12ഓളം ബില്ലുകൾ പാസ്സാകേണ്ടതുണ്ട്. എന്നാൽ രണ്ടാം തവണയും ബിൽ പരാജയപ്പെട്ടതോടെ കൂടുതൽ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ് അമേരിക്ക. ഒക്ടോബർ 1 മുതൽ ആരംഭിച്ച ഷട്ട്ഡൌൺ 4ാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കയിലെ വിവിധ മേഖലകൾ സ്തംഭനാവസ്ഥയിലാണ്. സർക്കാർ ധനസഹായം തടസ്സപ്പെട്ടതോടെ നാസയുടെ പ്രവർത്തനങ്ങൾ നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച നാസയുടെ വെബ്സൈറ്റിൽ അറിയിപ്പും നൽകിയിട്ടുണ്ട്. ബഹിരാകാശ ശാസ്ത്ര ഗവേഷണം മുതൽ പൊതുജന സമ്പർക്കം വരെയുള്ള നാസയുടെ മിക്ക പദ്ധതികളും താൽക്കാലികമായി നിർത്തിവെച്ചു. കൂടാതെ ദേശീയ സുരക്ഷ, ആരോഗ്യ പദ്ധതികളടക്കം തടസ്സപ്പെടുന്ന നിലയിലെത്തിയതോടെ സമവായത്തിനായി തീവ്രശ്രമം നടക്കുകയാണ്. എന്നാൽ രണ്ടാം തവണയും ബിൽ പരാജയപ്പെട്ടതോടെ ഇനിയും കൂടുതൽ സ്ഥാപനങ്ങൾ പൂട്ടിയിടേണ്ടി വരുമെന്നും ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുമെന്നുമുള്ള ഭീഷണിയുമായി വൈറ്റ് ഹൌസ് രംഗത്തെത്തി. 7.5 ലക്ഷം ജീവനക്കാർ അവധിയിൽ പ്രവേശിച്ചു. 5 ലക്ഷത്തോളം പേരെ പ്രതിസന്ധി ബാധിക്കും. സർക്കാർ സേവനങ്ങൾ നിലയ്ക്കുന്നത് സാധാരണക്കാരെയും ബാധിക്കുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ഫണ്ട് അനുവദിക്കുന്ന ബിൽ ഒക്ടോബർ 1 മുൻപ് US കോൺഗ്രസ് പാസാക്കുന്നതാണ് അമേരിക്കയിലെ രീതി. എന്നാൽ ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ സമവായത്തിലെത്താനായില്ല. ഗവൺമെന്റിന്റെ പ്രവർത്തന ചെലവിന് ഫണ്ട് ഉറപ്പാക്കാനുള്ള താൽക്കാലിക ഫണ്ടിംഗ് ബിൽ സംബന്ധിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിലെ ഭിന്നത രൂക്ഷമായതും പ്രതിസന്ധിക്ക് കാരണമായി. ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്ക് കൂടിയുള്ള ഫണ്ടിംഗ് ഉറപ്പാക്കണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബില്ലിൽ ഇനി കൂട്ടിച്ചേർക്കലുകൾ സാധിക്കില്ലെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാട്. അതേസമയം ആരോഗ്യ പരിരക്ഷാ വിഷയത്തിലെ ഈ പോരാട്ടം 2026 ഇടക്കാല തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.